ഇനി മറ്റൊന്നിലേക്ക് പോയാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കളമശ്ശേരിയിൽ കളം നിറഞ്ഞ CPIM സ്ഥാനാർത്ഥി പി രാജീവ്. ഇത്തവണയും മികച്ച വിജയം നേടാനാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ഇടതുമുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നും പി രാജീവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കളമശ്ശേരി. കളമശ്ശേരിയിലെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവ് തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. രണ്ടാം തവണയാണ് കളമശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെ കാണുന്നു? നല്ല ആത്മവിശ്വാസമാണുള്ളത്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരുമ്പോൾ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, ജയിച്ചതിന് ശേഷം ജനപ്രതിനിധിയായിരുന്നു. എന്ന് വെച്ചാൽ ജയിപ്പിച്ചവർക്ക് മാത്രമല്ല, തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കും അല്ലെങ്കിൽ എതിരെ വർക്ക് ചെയ്തവർക്കും പിന്നെ 5 കൊല്ലത്തേക്ക് മറ്റൊരു പ്രതിനിധിയില്ല. അതുകൊണ്ട് എല്ലാവരുടെയും പ്രതിനിധി എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാനായിട്ടാണ് പരമാവധി പരിശ്രമിച്ചത്. അത് ചിലപ്പോൾ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളും മാത്രമല്ല UDF ഭരിക്കുന്ന പഞ്ചായത്തുകൾ, വിവിധ മുന്നണികൾ നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒപ്പം എന്ന പരിപാടിയാണ് മണ്ഡലത്തിലുടനീളം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ സ്ഥിതിക്ക് ജില്ലയുടെ മുഴുവൻ ചുമതലകളും നോക്കേണ്ടതായും വരും. അതുകൂടി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ? അല്ല, തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ ജില്ലാ ചുമതലകൾ മത്സര രംഗത്തേക്ക് വരുന്ന ആളുകളുടെ സംഘടനാ രംഗത്ത് പിന്നെ അധികം നമ്മൾ ശ്രദ്ധിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്താറില്ല. ഇത്തവണ സാധാരണ അവഗണിക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പിടിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ, പരിചയസമ്പന്നരായ ആളുകൾ ഉൾപ്പെടെ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളത് ജില്ലയിലാകെ പാർട്ടിക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഇത്തവണ ഒരു പെർഫോമൻസ് അങ്ങ് നോക്കിക്കാണുന്നത്? അല്ല, ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ഈ നാടിന് വേണ്ടി ചെയ്തു? ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചതുകൊണ്ടാണ് ഒരു MLA ആയി മന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത്. ആ മന്ത്രിയായി ഞാൻ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിന്റെ വ്യവസായ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തമാണ് എന്നിൽ ഏൽപ്പിച്ചത്. അപ്പോൾ തന്നെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ എന്നുള്ള നിലയിൽ ചില സഹതാപ തരംഗമെല്ലാം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ UDF ഒപ്പം തന്നെ അവരും വെച്ചു പുലർത്തുന്നുണ്ട്. അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ? അതെല്ലാം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇവിടെ ഇപ്പോൾ എന്താ വേണ്ടത്? ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ ജുഡീഷ്യൽ സിറ്റി, സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ മുന്നോട്ട് പോക്ക്, അതുപോലെ തന്നെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനം എന്നുള്ളത് എല്ലാ ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുന്ന പ്രക്രിയയാണ്. ഇതുവരെ ജനങ്ങൾക്കൊപ്പമായിരുന്നു. ഇത്തവണ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒപ്പം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ചോദ്യം കൂടി, എങ്ങനെയാണ് ഭൂരിപക്ഷം ജയസാധ്യത നന്നായി പറയുമ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തുന്നു? കഴിഞ്ഞ തവണ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചു. ആ വിശ്വാസത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാനായിട്ട് നന്നായി ശ്രമിച്ചു. ജനങ്ങൾ തന്നെ ഇത്തവണയും വിധിയെഴുതും. അത് കഴിഞ്ഞ തവണത്തേക്കാളും മെച്ചപ്പെട്ട രൂപത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൂടുതൽ ആളുകളുടെ പിന്തുണ ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ കളമശ്ശേരി തന്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പി രാജീവ് വെച്ചു പുലർത്തുന്നത്. മാത്രമല്ല തന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയർത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്.